ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു 2023 ഒരു ടെസ്ലയാണ്. അപ്പോൾ ഈ ടെസ്ലയുടെ കുറച്ച് ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഈ കാർഡ് നമുക്ക് ഈ ബി പില്ലറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ആവുന്നത് കാണാം. ഇത് കണ്ടല്ലോ, ഇപ്പം ഡോർ ലോക്ക് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ച് വലിച്ചതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം തന്നെ വർക്കാവുന്നത് കാണാം. ഇനി വാഹനം സ്റ്റാർട്ടാവുന്ന മീൻസ് ഇതൊരു ഇലക്ട്രിക്കൽ വാഹനമാണ്. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിനായിട്ട് ഈ കീ ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കണം. അവിടെ വെച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ എല്ലാം തന്നെ ഓപ്പൺ ആവത്തുള്ളൂ. ഇതുണ്ടല്ലോ, ഇഗ്നിഷൻ ഓണായി, വാഹനം സ്റ്റാർട്ടിങ്ങിലായി. അപ്പോൾ ഇനി നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിയിലോട്ടോ റിവേഴ്സിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് പോകാം. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഈ ടച്ച് സ്ക്രീനിലാണ്. അപ്പോൾ ഈ ടച്ച് സ്ക്രീനിൽ നമുക്കെല്ലാം തന്നെ ഓപ്പൺ ചെയ്യാം. ബോണറ്റ് ഓപ്പൺ ചെയ്യാം, ഡിക്കി ഓപ്പൺ ചെയ്യാം. അതേമാതിരി തന്നെ സർവീസ് എത്രയുണ്ട്, എപ്പോഴാണ് സർവീസ്, അതേമാതിരി തന്നെ ടോയിങ് മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിലാണ്. ഇത് കണ്ടല്ലോ, വൈപ്പർ സർവീസ് മോഡ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് നമുക്ക് ചാർജിങ്ങിൻ്റെ ലിഡ് തുറക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് ചെയ്യാം. ഇനി അതേമാതിരി തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. നമുക്ക് എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതുണ്ടല്ലോ, വൈപ്പർ സർവീസ് മോഡിലേക്കാക്കി. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കംപ്ലീറ്റ് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിലാണ്. ഇനിയിപ്പം ബോണറ്റ് ഓപ്പൺ ആക്കുന്നത്, ഇതുണ്ടല്ലോ, ട്രങ്ക് ഓപ്പൺ ആക്കുന്നത് നമുക്ക് ഇവിടെയാണ്. അതേമാതിരി ഡിക്കി, ഇതിപ്പോൾ ഞാൻ ഡിക്കി ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഡിക്കി ഓപ്പൺ ആക്കുന്നത് നിങ്ങൾക്ക് കാണാം, ബാക്കിലോട്ട് പൊന്തി വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഡിക്കി ഓപ്പണും ക്ലോസിങ് എല്ലാം തന്നെ ഇവിടെ തന്നെ ചെയ്യാം. ഇത് കണ്ടല്ലോ, ഇപ്പം ഡിക്കി ഓപ്പണുമായി ക്ലോസുമായി. അപ്പോൾ അതേമാതിരി തന്നെ ചാർജിങ് പോർട്ട്, അതേമാതിരി തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഇത് കണ്ടല്ലോ, ബോണറ്റ് ഓപ്പണായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ ടെസ്ല വാഹനങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് നിങ്ങൾ എപ്പോഴും കേട്ട് കാണും. ഇത് നമ്മൾ ആക്സിഡൻറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്ലയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ? ആ സൗണ്ട് കേൾക്കുന്നതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതാണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സൗണ്ട് ആക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്പീക്കർ. ഇതിപ്പോൾ ഞാൻ റിവേഴ്സും ഡ്രൈവിലോട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഡീ വേടാലോ. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, റിവേഴ്സ് ഇടുന്ന സമയത്തുണ്ടായിരുന്ന സൗണ്ടും അതേമാതിരി ഡ്രൈവിലോട്ട് ഇടുന്ന സമയത്തുണ്ടായിരുന്ന സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഈ ഒരു സാധനമാണ് റിവേഴ്സ് എടുക്കുമ്പോൾ സൗണ്ട് വരുത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്പീക്കർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പിടിക്കാവുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.